ഹായ് ഡിയർ പാരൻസ്, നമ്മുടെ JEE എക്സാം ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലേ. സോ നമ്മുടെ മക്കളൊക്കെ നല്ല ഉഷാറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അവർക്ക് പ്രോപ്പറായിട്ട് വലിയ ബുദ്ധിമുട്ടോ ഭയങ്കര സൗണ്ട് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളൊന്നും ആയിരിക്കില്ല അവർ പഠിക്കുന്നത്. വളരെ കാമൻ ക്വയറ്റുള്ള സ്ഥലത്തു നിന്നായിരിക്കും അവരുടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടാവുക അല്ലേ. സോ അത്രത്തോളം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് ഭയങ്കര ടെൻഷനായിട്ടുണ്ടാവും. കാരണം എക്സാം കുറച്ച് എത്താനായല്ലോ, കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എക്സാം സ്റ്റാർട്ട് ആകുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ച് ലിറ്റിൽ ബിറ്റ് ടെൻസ്ഡൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മളവിടെ പോയിട്ട് മക്കളോട് പറയുക, ഈ എന്താ പഠിക്കാതിരിക്കുന്നത്, നന്നായി പഠിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ അവരോട് ആർഗ്യുമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി, അതായത് ഒരു സെക്കൻഡായിരിക്കും അവർ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവുക. ആ സെക്കൻഡിൽ പോയിട്ട് നമ്മളവിടെ അങ്ങനെ ആർഗ്യുമെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്കുള്ള കോൺഫിഡൻസും കൂടി കുറയുക ചെയ്യുക. സോ നമ്മൾ ഈ എക്സാം ഇത്രത്തോളമുള്ള ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ചെയ്യുന്ന സമയത്ത് ഈ മക്കളെടുത്ത് പോയിട്ട് വെറുതെ ആർഗ്യുമെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു, നല്ല അടിപൊളിയായിട്ട് അവർ പഠിക്കുന്നുണ്ട്. സോ അവരോട് നിങ്ങൾ പോയി പറയേണ്ട ആകെയുള്ളൊരു കാര്യം, എടാ നീ പഠിച്ചോ, നീ നിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് ബോധറേ ചെയ്യണ്ട. ആ റിസൾട്ട് വന്നോളും. നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ നന്നായിട്ട് പഠിച്ചാൽ മാത്രം മതി. അത് എക്സാം വരുന്ന സമയത്ത് ആ ഫ്ലോയിൽ എക്സാം നടന്നോളും. നീ ആ റിസൾട്ടിനെ പറ്റി ബോധർ ചെയ്യണ്ട എന്നുള്ള 2 വാക്ക് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ അവരും ലിറ്റിൽ ബിറ്റ് നല്ല കോൺഫിഡൻസ് അവർക്ക് വന്നിട്ടുണ്ടാവും. സോ അങ്ങനെ ആയിരിക്കണം നമ്മൾ മക്കളെ ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ പോയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്ന എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറയാം. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് ഞാൻ പഠിക്കുമായിരിക്കും. ഇപ്പോൾ രാവിലെയൊക്കെ എണീറ്റ് പഠിച്ച് ഒരു മണിക്കൂറൊക്കെ പഠിച്ചതിന് ശേഷം ഞാൻ ചെറിയൊരു മിനിറ്റ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കുമായിരിക്കും. ആ ഫോൺ എടുക്കുന്ന ഇൻസ്റ്റൻറ്റിലായിരിക്കും എൻ്റെ ഉമ്മ വരിക. ഉമ്മ വന്ന് നോക്കുന്ന ഇൻസ്റ്റൻറ്റിൽ ഞാൻ ഫോൺ നോക്കുന്നു. ഇപ്പോൾ രണ്ടും ഒരേ സിറ്റുവേഷനിൽ ഉമ്മ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഇത്രയും ഫുൾ ടൈം ഫോൺ കളിച്ചിരിക്കുക അല്ലേ, പഠിക്കുന്നൊന്നുമില്ലല്ലേ എന്നുള്ളൊരു വർത്താനല്ലേ വരിക. അതേ സിറ്റുവേഷനായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാവുക. ഇപ്പോൾ മക്കളിപ്പോൾ ഒരു മണിക്കൂർ നന്നായി പഠിച്ച് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുമ്പോഴായിരിക്കും നമ്മളെ എൻട്രി. ആ എൻട്രിയിൽ നമ്മൾ കാണുന്നത് അവർ ഫോൺ നോക്കുന്നു ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും, ഒറ്റയടിക്ക് നമ്മളങ്ങ് ആർഗ്യൂ ചെയ്യും, ഇത്രയും നേരം ഫോൺ കളിച്ചിരിക്കുകയാണല്ലേ, ഇവരൊന്നും പഠിച്ചിട്ടില്ലേ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവർ അത്രയും സ്ട്രെസ്ഫുള്ളായിട്ട് പഠിച്ചിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്കിന് വേണ്ടിയിട്ടായിരിക്കും ആ ഫോൺ എടുത്തിട്ടുണ്ടാവുക. ആ സമയത്ത് നമ്മൾ നേരെ പോയിട്ട് ഫയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവർക്ക് ഭയങ്കര ഒരു ഇടങ്ങേറായിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നേരം അവർ പഠിച്ചു, എന്നിട്ട് പോലും അതിനെ പറ്റിയിട്ട് ഒരു നല്ല വാക്കല്ല നമ്മൾ പറയുന്നത്. അവരൊരു മിനിറ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു മിനിറ്റിൽ സംഭവിച്ച കാര്യത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫയർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കിട്ടുമോ? ഇല്ല. അപ്പോൾ ഈ എക്സാം എടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് സന്തോഷത്തോടെ പഠിക്കാൻ പറ്റണം. കുറച്ചും കൂടി ഹാപ്പി ആയിട്ട് വേണം അവർ കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ. സോ അത്രത്തോളം ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അവരെ കൂടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അവർ 5 മിനിറ്റ് ഫോൺ കളിച്ചോട്ടെ, വിഷയമില്ല. അവർ അത്രയും സമയം പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു അരമണിക്കൂർ അവർ വേറെ എന്തെങ്കിലും പ്രോഗ്രാമിന് എന്തെങ്കിലും പോയിക്കോട്ടെ, അതും വിഷയമില്ല. ഉള്ള സമയത്ത് അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടെ റിസൾട്ടിനെ പറ്റി ബോധർ ചെയ്യേണ്ട. ബാക്കിയുള്ള കുട്ടിക്ക് ഇത്ര മാർക്കുണ്ട്, എൻ്റെ ഫ്രണ്ടിന് ഇത്ര മാർക്കുണ്ട്, ഓനക്ക് ഇത്ര മാർക്കുണ്ട് എന്നുള്ള വർത്താനേ പറയണ്ട. കാരണം നമ്മളെ കുട്ടികളെ വേറെ കുട്ടികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഫീലാവും. സോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മൾ ഈ എക്സാമിൻ്റെ സമയത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ എപ്പോഴും മക്കളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോണ്ട് വിഷ് ഫോർ എ ഗുഡ് റിസൾട്ട്, വർക്ക് ഫോർ ഇറ്റ് എന്നാണ്. അതായത് വെറും റിസൾട്ട് ആ ഒരു റിസൾട്ട് മാത്രം ആഗ്രഹിച്ചാൽ പോരാ, അതിനുള്ള വർക്ക് ചെയ്യണം. ആ വർക്കിംഗ് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ പോയിട്ട് എന്ത് ചെയ്യണ്ട, അവരോട് പറയാം നീ ഇങ്ങനെ പഠിക്കുക അങ്ങനെ പഠിക്കുക ഒന്നും പറയണ്ട. വ്യക്തമായിട്ട് പ്ലാനോടെ അവർ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്കൊരു സപ്പോർട്ട് മാത്രം കൊടുക്കുക. അതായത് പഠിക്കുന്ന സമയത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടടാ, പഠിക്കാൻ എന്തെങ്കിലും ഇടങ്ങേറുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ അവരോട് ഇൻറ്ററാക്ട് ചെയ്യുക. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൺകുട്ടികൾ കൂടുതലും അമ്മമാരോടായിരിക്കും കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുക, പെൺകുട്ടികൾ കൂടുതലും അച്ഛന്മാരായിരിക്കും. സോ നമ്മൾ വരുന്ന ഫാമിലിയായിട്ട് നമ്മൾ വീട്ടിലിരിക്കുന്ന ആ സമയത്ത് ചോദിക്കുക, എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ, മാർക്കൊക്കെ കൂടുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ, എക്സാം ആവാനായല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയേണ്ടി. ആ രീതിയിലൊക്കെ ഒരു സംസാരം നിങ്ങൾ സംസാരിച്ചാൽ മതി. അവർക്കത് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർക്കത് മാത്രം മതി. അതായത് നമ്മളൊരു എങ്ങനെ പഠിക്കുന്നുണ്ട്, എണ്ണം പഠിക്കുന്നുണ്ടല്ലോ, ഉഷാറാക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സംസാരം മാത്രം മതി അവർക്ക് അവരെ കാര്യങ്ങൾ മുന്നോട്ടേ കൊണ്ടുപോകാൻ. സോ അവരോട് പ്രധാനമായിട്ട് നിങ്ങൾ പറയേണ്ട കാര്യത്തിലേ ഉള്ളൂ, റിസൾട്ട് എന്ത് വേണേൽ ആയിക്കോട്ടെ, ഈ നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എത്രത്തോളം പഠിക്കാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. റെഗുലറായിട്ട് ബ്രേക്ക് എടുക്കുന്നുണ്ടോ, അതായത് കുട്ടി ഉറക്കമില്ലാതെ ഇങ്ങനെ പഠിക്കുകയാണോ, അപ്പോൾ ഉറക്കം ഒരു പ്രോപ്പർ സ്ലീപ്പ് നമുക്ക് വേണം. ആ ഉറക്കമില്ലാതെ കുട്ടി ഇങ്ങനെ ഉറങ്ങാതെ കുറേ നേരം പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് ഈ പഠിച്ച കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമ്മുടെ മൈൻഡിലും ബ്രെയിനിലൊക്കെ സെറ്റായി നിൽക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടണം. സോ ഉറക്കമില്ലാതെ ആണോ കുട്ടി പഠിക്കുന്നത്, ബ്രേക്ക് എടുക്കാതെയാണോ പഠിക്കുന്നത്, ഈ ഒരു കുട്ടി ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് അവർക്ക് തലവേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും.
സോ പ്രോപ്പറായിട്ട് അവർ ബ്രേക്ക് എടുക്കുന്നുണ്ടോ, ആ ബ്രേക്ക് സമയത്താവരുത് നമ്മൾ വന്നിട്ട് ചീത്ത പറയുന്നത്, ഫോൺ കളിക്കുന്ന സിറ്റുവേഷനെ ഞാനത് ആദ്യമേ പറഞ്ഞത്. സോ ആ പ്രോപ്പറായിട്ട് ബ്രേക്ക് എടുത്തിട്ടാണ് കുട്ടി പഠിക്കുന്നുണ്ടോ, പ്രോപ്പർ ഉറങ്ങുന്നുണ്ടോ, ഭക്ഷണം ഹെൽത്തി ഫുഡ് കഴിക്കുന്നുണ്ടോ, ഇതൊക്കെ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവർക്കൊരു സപ്പോർട്ട്, ഒരു മെൻ്റൽ സപ്പോർട്ട് മാത്രം നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കുക. വെറുതെ പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ കുട്ടികളോട് നമ്മൾ സംസാരം അവർക്ക് കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കാതിരിക്കുക, അവരെ കൂളാക്കി വിടുക. നീ നന്നായി എഴുതി വാ, എക്സാം അങ്ങ് തകർത്ത് വാ എന്നുള്ളൊരു സപ്പോർട്ട് മാത്രം കൊടുത്താൽ മതി. ആ ഒരു ഭാഗത്ത് നിങ്ങൾ നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഠിക്കുന്നു മാത്രം പറയുക. സോ പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ അവസാന നിമിഷം പറയാനുള്ളത്. സോ ഈ ഒരു പാരൻറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ മാക്സിമം അവർക്കൊരു സപ്പോർട്ട് മാത്രം കൊടുക്കുക. അവർ അവരുടെ ലക്ഷ്യത്തിൽ എന്തായാലും എത്തും. സൈൽ അവരുടെ കൂടെയുണ്ട്. സോ താങ്ക് യു ഓൾ, ബൈ.